കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് ഊറ്റം കൊള്ളുന്ന ഏകാധിപത്യ പിണറായി ഭരണകൂടവും അതിന്റെ എല്ലാമായ പാർട്ടിയും അനുദിനം ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. അഴിമതിയും അക്രമവും വർഗീയതയും വിഭാഗീയതയും വൻ വികസനമാക്കി സർക്കാരും പാർട്ടിയും ക്യാപ്സ്യൂളാക്കുമ്പോൾ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും പോലും ഈ ഭരണത്തെ എന്തെന്നില്ലാതെ ഭയക്കുന്നു. അബദ്ധ പഞ്ചാംഗത്തിന് മുന്നിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതി. പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഈ ഭീകര ഭാവപ്പകർച്ച മുമ്പേ പ്രവചിച്ചിരുന്നു. മാർക്സിസത്തിന്റെ വിഷപ്പല്ലികൾ പറിച്ചെടുക്കുന്ന എം മുകുന്ദന്റെ 40 വർഷങ്ങൾക്ക് മുൻപത്തെ കൃതി വീണ്ടും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അതിന്റെ കോപ്പി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞേനെയെന്ന് ജി ശക്തിധരൻ വിലയിരുത്തുന്നു. കേരളത്തിലെ ആനുകാലിക സംഭവങ്ങളുടെ നേർക്കണ്ണാടിയായി ഈ കൃതി കാണാം. 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള എം മുകുന്ദന്റെ രാവും പകലും എന്ന വിഖ്യാത നോവൽ രാഷ്ട്രീയ ചേരിമാറ്റങ്ങൾക്കിടയിൽ അദ്ദേഹം തന്നെ കൈയൊഴിഞ്ഞതാണെന്ന സത്യം ഇന്ന് അധികമാരും ഓർക്കാനിടയില്ല. എങ്കിലും പലരും ആൽബേർ കാമുവിന്റെ പ്ലേഗിനോട് താരതമ്യം ചെയ്തിട്ടുള്ള ഈ കൃതി ഇന്ന് ഒരാവർത്തിയെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് ശക്തിധരൻ പറയുന്നു. യൗവനകാലത്ത് പുച്ഛത്തോടെയായിരുന്നു എം മുകുന്ദന്റെ ഈ നോവൽ വായിച്ചിരുന്നതെന്ന് തുറന്നു പറയാൻ തെല്ലും മടിയില്ല. ഇതിന്റെ ഇതിവൃത്തം ശ്രേഷ്ഠ സാഹിത്യകാരന്മാർക്കിടയിൽ ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ സ്വാധീനം കാരണം തമസ്കരിക്കപ്പെട്ടു. ഒരു മഞ്ഞുകാലത്ത് തേക്കടിക്കടുത്ത് താമസിക്കവെയാണ് ഈ കൃതി വായിച്ചതെന്നാണ് ഓർമ്മയെന്ന് ശക്തിധരൻ തുടരുന്നു. മാർക്സിസത്തിന്റെ വിഷപ്പല്ലികൾ പറിച്ചെടുക്കുന്ന ഈ കൃതിയുടെ രൗദ്രത കൊണ്ടാകാം ഈ കൃതിക്ക് മുകുന്ദൻ അധികം പ്രചാരം നൽകിയിരുന്നില്ല. മുകുന്ദന്റെ മറ്റു പ്രശസ്ത കൃതികളെ പ്രതികൂലമായി ബാധിച്ചാലോ എന്ന വിപണി ശാസ്ത്രം ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇത്തരത്തിൽ ഒരു കൃതി ഇക്കാലത്ത് പുറത്തിറങ്ങിയാൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ലല്ലോ. MT പോലും ഇത്രയും കാലം വായ്പൂട്ടിയിരുന്നത് മറ്റൊന്നുകൊണ്ടുമായിരിക്കില്ല. എന്നാൽ ഇപ്പോഴാണ് ഈ കൃതി പുറത്തിറങ്ങിയിരുന്നതെങ്കിൽ കോപ്പി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞേനെ. പ്ലേഗിനേക്കാൾ ചൂടപ്പം പോലെ വിൽക്കും ഇന്ന് ഈ കൃതി. നോവൽ എന്ന നിലയ്ക്ക് ഈ സൃഷ്ടിക്ക് പല പരിമിതികളും ഉണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ പലരുടെയും മുഖം വികൃതമാകും. പല ബിംബങ്ങളെയും കടഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ് മുകുന്ദൻ. മാർക്സിസത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് അക്കാലത്ത് വേണ്ടത്ര അറിവ് നേടാതിരുന്നത് കൊണ്ടാകാം രാവും പകലും എന്നെ സ്വാധീനിക്കാതിരുന്നത്. എം മുകുന്ദന്റെ കാലം മൂപ്പൻ പ്രസാദിച്ചാൽ ചാവുകരയ്ക്ക് മോചനം കിട്ടുമെന്ന് പ്രചരിപ്പിച്ചിരുന്ന ചാവുകരയിലെ സർവഗുണസമ്പന്നനായ യുവാവ് ആരാണെന്നും സർവശക്തനായ കാലം മൂപ്പൻ നോവലിൽ ആരെ പ്രതിനിധീകരിക്കുന്നുവെന്നും കൂടുതൽ വിവരിക്കേണ്ടതില്ല. കാലം മൂപ്പന്റെ അരുളപ്പാട് ഒരൊന്നൊന്നര നവകേരള ബസ് കടന്നു പോകുന്ന പ്രതീതിയാണ് കൺമുന്നിൽ ഉണ്ടാക്കുന്നത്. കാലം മൂപ്പൻ ആക്രോശിക്കുന്നത് അനന്ത, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് രക്തം വേണം എന്ന്. രക്തം ആവശ്യപ്പെടുമ്പോൾ അനന്തൻ ചോദിക്കുന്നു, ദേവ ആരുടെ ചോര? പിന്നെ കാണുന്നത് കുഞ്ഞുങ്ങളുടെ നീണ്ട ബലികളാണ്. കാലം മൂപ്പന്റെ പ്രീതിക്കായി എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന ചാവുകരയുടെ അരുളപ്പാട് ആണത്. ചാവുകരയുടെ ഇതേ അവസ്ഥയിലാണ് എന്റെ കേരളവും. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ചാവുകരകളാണ്. ഇന്നലെ പോലും ശക്തിധരൻ തുറന്നു പറയുന്നു. യുവതികളോട് പോലും മുഖ്യമന്ത്രിക്ക് കുടിപ്പകയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. തന്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും അന്ധനായാലും ബധിരനായാലും മുടന്തനായാലും ഇരുകാലുകളും നഷ്ടപ്പെട്ടവനെ ആയാലും തെരുവിൽ അനധികൃത താൽക്കാലിക കോട്ടകൾ പണിതോ മനുഷ്യ സ്വാതന്ത്ര്യം ഹനിച്ചോ തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടിട്ടോ രാവണൻ കോട്ടകൾ തീർത്തോ സേനാവ്യൂഹം സുരക്ഷിതത്വം ഉറപ്പാക്കുമ്പോൾ ഭരണത്തലവൻ അത് കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് കേരളത്തിൽ പതിവ് ദൃശ്യമായിരിക്കുകയാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾ അടക്കമുള്ള കൗമാരപ്രായക്കാരെയും യുവതീ യുവാക്കളെയും തെരുവിൽ വേട്ടയാടുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിന് ഒത്താശ ചെയ്യാൻ കഴിയുക? പക്ഷേ ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്രയിൽ പോലും ഇത്തരം ഹിംസാത്മക സംഭവങ്ങൾ കാണാനിടയായി. പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന സംഭവ പരമ്പരകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ 2 തരം പൗരന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകും. പോലീസ് സേനയ്ക്ക് പേയിളകിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരമോന്നത നീതിപീഠം തന്നെ പലവട്ടം ഇക്കാര്യത്തിൽ ഇടപെടുകയും കർക്കശമായ ശാസനയും താക്കീതും നൽകിയിട്ടുള്ളതുമാണ്. ഒട്ടേറെ വിദ്യാർത്ഥിനികളുടെ ആരോഗ്യവും ഭാവി ജീവിതവും അപകടത്തിലാക്കുന്ന നിരുത്തരവാദപരമായ നടപടികളാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ആശുപത്രി ചികിത്സ നിഷേധിക്കപ്പെടുകയാണ്. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ഒഴിവ് കഴിവുകൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത്. സ്വന്തം ജനങ്ങളെ അധികാരദണ്ഡ് ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നത് ആർക്കാണ് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകുക? കേരളത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന സ്ഫോടകാവസ്ഥയാണിത്. ഏറെ ഞെട്ടിക്കുന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഭരണഘടനാതീതമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്.
ജനങ്ങളിൽ ഒരു വിഭാഗത്തെ രണ്ടാം സ്ഥാനക്കാരായി അവമതിപ്പുണ്ടാക്കാൻ പോലീസിന്റെ തലപ്പത്തു നിന്ന് തന്നെ നീക്കമുണ്ടെന്നതാണ് ആരോപണം. ഭരണത്തിന്റെ കടിഞ്ഞാൺ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് വലിയ വിഭാഗം പാർട്ടി അണികളിൽ അസ്വസ്ഥതയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. സ്ഫോടക അവസ്ഥയിലാണ് കേരളം. ഹിമക്കട്ടയുടെ അറ്റം മാത്രമാണ് പുറമെ കാണുന്നതെന്ന് ശക്തിധരൻ സൂചിപ്പിക്കുന്നു.